ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിച്ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പുഷ്പ എം ഭാർഗവയുടെ എസ്സേ ആയിട്ടുള്ള സയൻസ് ആൻഡ് ഡോഗ്മയുടെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. In this essay, Bhargava highlights the conflict between scientific understanding and dogmatic beliefs, using a contrast between religious and scientific views on human origins as a typical example. അപ്പോൾ നമുക്കതിൻ്റെ ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, രണ്ട് വേർഡ്സാണ് അതിനകത്ത് വരുന്നത്, സയൻസ് ആൻഡ് ഡോഗ്മി. അപ്പോൾ രണ്ടും നമുക്ക് പരിചിതമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്, സയൻസ് ഡോഗ്മി. പിന്നെയും കുറച്ചെങ്കിലും നമുക്ക് ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഡോഗ്മ എന്നുള്ള വേർഡ്. അപ്പോൾ നമ്മൾ എന്താ ഡോഗ്മയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഒരു റിലീജിയൻ്റെ ബേസ് ആയിക്കോട്ടെ, അത്തരത്തിൽ നമുക്ക് ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാതെ നമുക്കൊരു വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം വിശ്വസിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് അതങ്ങനെയാണ് എന്നുള്ള രീതിക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക പ്രസ്താവിക്കാൻ വേണ്ടി യാതൊരു തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാവും. നമുക്ക് തെളിയിക്കാൻ വേണ്ടി നമുക്കൊന്നുമില്ല, പക്ഷേ എല്ലാവരും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള രീതിക്ക് ആ ഒരു എന്താ പറയുക മൊത്തത്തിൽ എല്ലാവരിലും ആ ഒരു ഫെയ്ത്തായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ നമ്മൾ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു എസ്സേയിൽ എന്താ പറയുന്നത്, സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ ഡോഗ്മാറ്റിക് ബിലീഫും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡോഗ്മ എന്നതിനെ എന്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, റിലീജിയൻ ബേസ് ചെയ്തുകൊണ്ട് റിലീജിയസ് ബിലീഫുകളെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞുകൊണ്ടും, അതേപോലെ തന്നെ സയൻസിനെ പറയുന്നത് എന്തുകൊണ്ടാണ് സയൻറ്റിഫിക്കലി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് സയൻറ്റിഫിക്കലി നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വെച്ചുകൊണ്ട്. അപ്പോൾ രണ്ടും മെയിനായിട്ട് നമ്മുടെ ഹ്യൂമൻ ഒറിജിനെ വെച്ച് തന്നെ സംസാരിക്കുന്നത്. ഹ്യൂമൻ ഒറിജിൻ്റെ ഡോഗ്മാറ്റിക് ബിലീഫുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഹ്യൂമൻ ഒറിജിൻ്റെ സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിൽ ഓരോ കാര്യങ്ങളിലും സയൻറ്റിഫിക്കലും ഡോഗ്മാറ്റിക് ആയിട്ടുള്ള വിശ്വാസങ്ങളെ തന്നെ കോൺട്രാസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഈ എസ്സേ എഴുതിയിട്ടുള്ളത് എന്നത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. And according to Bhargava, the spirit of questioning lies at the heart of science, whereas dogma working on unquestioning acceptance. അപ്പോൾ ഇത്രേ ഉള്ളൂ. അതായത് എന്താ പറയുക, അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കലാണ്, ക്വസ്റ്റ്യനിങ് ആണ്. എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ കണ്ടെത്തുന്ന എന്താ പറയുക ഓരോ ഫൈൻഡിങ്സിൻ്റെയും വീണ്ടും വീണ്ടും അതിലോട് ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ സയൻസിൽ കാണുന്നത്. അതേസമയം ഡോഗ്മ എന്ന് പറയുന്നത് എന്താണ്, അൺക്വസ്റ്റനിങ് അക്സെപ്റ്റൻസ് ആണ്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. എന്താണോ എല്ലാവരും വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ എല്ലാവരും പറയുന്നത്, അത് അപ്പടി അങ്ങോട്ട് വിഴുങ്ങുക, അതേപോലെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കുക, അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഡോഗ്മയുടെ കാര്യത്തിൽ കിട്ടുന്നുള്ളൂ. Nonetheless, both religion and science likely originated from humanity's innate curiosity to explain natural phenomena. റിലീജിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഡോഗ്മാറ്റിക് ബിലീവ്സ് ആയിക്കോട്ടെ, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, രണ്ട് കാര്യങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഉത്ഭവിച്ച് വന്നിട്ടുള്ളത് എന്തിൽ നിന്നാണ്, മനുഷ്യൻ്റെ നാച്ചുറൽ ഫിനോമിനാസിനോട്, അതായത് എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ എന്നൊക്കെ പറയാം നമുക്ക്. അത്തരത്തിലുള്ള നമുക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ആഗ്രഹം കാരണമാണ് ഇത്തരത്തിൽ ഡോഗ്മാറ്റിക് ബിലീഫുകൾ ഉണ്ടാവുന്നതും അതേപോലെ സയൻറ്റിഫിക്കൽ ഇൻവെൻഷൻസ് ഉണ്ടാവുന്നതും. രണ്ടിൻ്റെയും മൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക രണ്ടിൻ്റെയും ബേസിക് ആയിട്ടുള്ള മൂലകേതു എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള നമുക്ക് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഫിനോമിനാസിനെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ആൻഡ് ദേ സോ ടു ആൻസർ ദ സെയിം ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ വേൾഡ് ആൻഡ് എക്സിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലോകത്തിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് കുറേ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ബിലീഫുകളും അതേപോലെ സയൻറ്റിഫിക് ഇൻവെൻഷൻസും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്ര പറയുന്നുള്ളൂ. തുടക്കം എല്ലാം ഒന്നാണ്, മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. പക്ഷേ രണ്ടും പറഞ്ഞു തരുന്ന രീതി വ്യത്യാസമുണ്ട്, രണ്ടും പറഞ്ഞു തരുന്ന ആൻസേഴ്സിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. വ്യത്യാസം ഉണ്ടെന്നല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എസ്സേയിലോട്ട് പോകുന്ന സമയത്ത് കൂടുതലായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആവുക. In contemporary life, we have to constantly face contradictions between science on the one hand and dogma of various kinds on the other. അപ്പോൾ നമ്മുടെ ഒരു സമകാലീന ജീവിതം നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ സയൻസിൻ്റെ കേസിലും അതേപോലെ തന്നെ ഡോഗ്മയുടെ കേസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. Dogmatic beliefs like science have come to be a part of our very existence. സയൻസും ഡോഗ്മാറ്റിക് ബിലീഫും ഏകദേശം ഒരുപോലെ നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. Arising out of unquestioned acceptance of religion, custom, convention or tradition, they have over generations acquired an authority out of all proportion.
അത്തരത്തിൽ തന്നെ നമ്മൾ ഡോഗ്മാറ്റിക് ബിലീഫുകളുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയൻ്റെയും കസ്റ്റമിൻ്റെയും കൺവെൻഷൻ്റെയും ട്രഡീഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് ഒരു അൺക്വസ്റ്റൻഡ് അക്സെപ്റ്റൻസ് ആണ്. ആ ഒരു വേർഡ് അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ചോദ്യം ചോദിക്കാൻ സാധിക്കാതെ നമ്മളെല്ലാം അവിടെ അക്സെപ്റ്റ് ചെയ്യണം, അംഗീകരിച്ച് കൊടുക്കുകയാണ്. അതാണ് ആക്ച്വലി റിലീജിയനിൽ കൂടെ ഡോഗ്മയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Fortunately, of course, everything in religion, custom, convention and tradition is not dogma. പക്ഷെ അവർ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ട്രഡീഷനിൽ പറയുന്ന അല്ലെങ്കിൽ റിലീജിയനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡോഗ്മയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലതൊന്നും ആ രീതിക്കുള്ളതല്ല. എന്നിരുന്നാലും ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരുപാട് കേസുകൾ ഡോഗ്മ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. A well-known example of the contradiction between science and dogma, ഇനി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, റിലേറ്റ്സ് ടു അവർ ഓൺ ഒറിജിൻ. അപ്പോൾ സയൻസിൻ്റെയും ഡോഗ്മയുടെയും കാര്യം വെച്ച് നമുക്ക് സംസാരിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് എന്താണ്, നമ്മുടെ തന്നെ ഒറിജിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻ കൈൻഡ്. ഒറിജിൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യരാശിയുടെ ഉൽപ്പത്തി. എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത്, ആദ്യത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടാവുക, അതിനെക്കുറിച്ച് തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡോഗ്മ എന്താണ്, സയൻസ് എന്താണ്, ഡോഗ്മയുടെ കാഴ്ചപ്പാട് എന്താണ്, സയൻസിൻ്റെ കാഴ്ചപ്പാട് എന്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Modern biology tells us that life has evolved on this earth from non-living things as a result of evolution of complex chemicals ഫ്രം സിംപ്ലർ വൺസ്. അപ്പോൾ നമ്മുടെ ബയോളജി അല്ലെങ്കിൽ സയൻസ് നമ്മളോട് പറയുന്നത് എന്താണ്, എങ്ങനെ മനുഷ്യനുണ്ടായി എന്നാണ് പറയുന്നത്. മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക പരിണമിച്ച് വന്നിട്ടുള്ളത് നോൺ ലിവിങ് തിങ്സിൽ നിന്നാണ്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് പലതരത്തിലുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള എന്താ പറയുക കെമിക്കൽ റിയാക്ഷനിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ച് അങ്ങനെ ഇവഞ്ച്വലി ഒരുപാട് ടൈം എടുത്തിട്ടാണ് ആദ്യത്തെ മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ മനുഷ്യകോശം ഉണ്ടായിട്ടുള്ളത് എന്നൊരു വിശ്വാസമാണ് ആര് നമുക്ക് തരുന്നത്, ബയോളജി അല്ലെങ്കിൽ സയൻസ് നമുക്ക് തരുന്നത്. ആൻഡ് എവല്യൂഷൻ ദാറ്റ് സ്ലോലി ഡെവലപ്ഡ് ഇൻ ടു ദ ബയോളജിക്കൽ എവല്യൂഷൻ. അങ്ങനെ ഒരുപാട് എന്താ പറയുക കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ച് അതിൽ നിന്നാണ് ഒരുപാട് ടൈം എടുത്തിട്ട് മനുഷ്യന്മാരുണ്ടായിട്ടുള്ളത് എന്നാണ് സയൻസ് പറയുന്നത്. അതേസമയം ഓൺ ദ അതർ ഹാൻഡ് all religions tell us that man has been put on earth as performed man, an act of creation by the will of God. അതേസമയം എല്ലാ മതങ്ങളും റിലീജിയൻസും പറയുന്നത് എന്താണ്, ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യനും. അതായത് ദൈവം ജസ്റ്റ് എന്തോ ഒരു അവരുടെ ഓരോ മതത്തിൻ്റെയും വിശ്വാസം അനുസരിച്ചിട്ട് ഓരോ റീസൺ കൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്, അത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് എന്നുള്ള രീതിക്കാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ദ ടു ഒപ്പീനിയൻസ് ആർ എൻറ്റയർലി ആൻഡ് അബ്സല്യൂട്ട്ലി കോൺട്രാക്ടറി. രണ്ടും എന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. വിച്ച് വൺ ഷുഡ് വൺ ബിലീവ് ഇൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഏതിലെ വിശ്വസിക്കുക, കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഒക്കെ ഫലമായിട്ട് ഇങ്ങനെ മനുഷ്യൻ വർഷങ്ങളെടുത്ത് ഇവോൾവ് ചെയ്ത് വന്നു എന്നാണോ, അതോ എന്താ പറയുക ദൈവത്തിൻ്റെ ഉൽപ്പത്തി, ദൈവത്തിൻ്റെ ആ ഒരു ക്രിയേഷൻ ആണ് എന്നാണോ, ഏതാണ് നമ്മൾ വിശ്വസിക്കുക എന്നാണ് ചോദിക്കണം. ഇഫ് ഇൻ യുവർ മൈൻഡ് ഡോഗ്മ ടേക്സ് പ്രെസിഡൻസ് ഓവർ സയൻസ്, രണ്ട് ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഡോഗ്മയാണ്, ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ്, റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങൾക്കാണ് മുൻഗണന കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ യു വിൽ പ്രോബബ്ലി ക്ലാസിഫൈ യുവർ സെൽഫ് ആസ് എ ക്രിയേഷനിസ്റ്റ്. നിങ്ങൾ എന്താണ്, ഒരു ക്രിയേഷനിസ്റ്റ് ആണ്. അതായത് ഇത്തരത്തിലുള്ള എന്താ പറയുക ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് എല്ലാം എന്നുള്ളൊരു വിശ്വാസത്തിൽ ബേസ് ചെയ്ത് പോകുന്ന ആൾ എന്നുള്ള രീതിക്ക് നിങ്ങളൊരു ക്രിയേഷനിസ്റ്റ് ആണ്. ഇഫ് ഓൺ ദ അതർ ഹാൻഡ്, അതേസമയം യു ഹാവ് എ സയൻറ്റിഫിക് അപ്രോച്ച്, യു ആർ ലൈക്ലി ടു ബി എൻ എവല്യൂഷനിസ്റ്റ്. അതേസമയം നിങ്ങൾ ഈ സയൻറ്റിഫിക് അപ്രോച്ചാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവല്യൂഷനിസ്റ്റ് ആണ്, ഇത്തരത്തിലുള്ള പരിണാമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ലെറ്റ് us see why. ഡോഗ്മ ബൈ ഡെഫിനിഷൻ, ഈ പറഞ്ഞ ഡോഗ്മയുടെ ഡെഫിനിഷനാണ്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ബൈ ഡെഫിനിഷൻ ഇസ് എൻ ഒപ്പീനിയൻ ഓർ എ ടെനറ്റ് അക്സെപ്റ്റഡ് എൻറ്റയർലി ഓൺ ദ ബേസിസ് ഓഫ് ഫെയ്ത്ത് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും തരാത്ത ആ ഒരു ഒപ്പീനിയനെ അല്ലെങ്കിൽ ആ ഒരു തത്വത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോഗ്മ എന്ന് പറയുന്നത്. നമുക്കവിടെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അവകാശവും ഇല്ല, എല്ലാവരും വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു വിശ്വാസത്തിനെ അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയനെയാണ് നമ്മൾ ഡോഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Questioning is simply not allowed by the adherents of dogma. അപ്പോൾ ഡോഗ്മയെ സംബന്ധിച്ച് നമുക്ക് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് ഒട്ടും അലൗ ചെയ്യാൻ പറ്റാത്ത, അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. They may seek clarification but never question a dogmatic belief. അവർ ചിലപ്പോൾ എന്താ പറയുക നമുക്ക് ക്ലാരിഫിക്കേഷൻ ഒക്കെ ചോദിക്കാമായിരിക്കും, പക്ഷെ നമുക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കിട്ടുന്നില്ല. The contradiction with the science begins right here. ഇവിടെ മുതൽക്ക് നമുക്ക് എന്ത് മനസ്സിലാവും, സയൻസും ഡോഗ്മയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വൈരുദ്ധ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതേസമയം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡോഗ്മയുടെ കാര്യം പറഞ്ഞു, ഇനി പറയുന്നത് സയൻസിൻ്റെ കേസാണ്. സയൻസ് ഡസ് നോട്ട് അക്സെപ്റ്റ് എനിത്തിങ് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ആൻഡ് എൻറ്റയർലി ഓൺ ദ ബേസിസ് ഓഫ് ഫെയ്ത്ത്.
സയൻസ് ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതെ ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല. എല്ലാത്തിലും എന്തുണ്ടായിരിക്കും, കറക്റ്റായിട്ട് നമുക്ക് ചോദ്യം ചോദിച്ച് നമ്മുടെ എല്ലാ ചോദ്യത്തിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ അവർ തരും. അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്ക് എല്ലാ ആൻസേഴ്സും കിട്ടിയതിന് ശേഷം എല്ലാം ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു സയൻറ്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ വിശ്വസിക്കേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഫെയ്ത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫെയ്ത്തിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സയൻറ്റിഫിക്കലി ഒരു കാര്യവും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. The method of science is totally incompatible with the view that a man or an authority exists or has ever existed whose opinion must be accepted entirely on faith without questioning. അപ്പോൾ നമ്മുടെ സയൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത്തരത്തിൽ എന്താ പറയുക, ചോദ്യം ചെയ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും അതേപടി അക്സെപ്റ്റ് ചെയ്യണം, ഏതെങ്കിലും ഒരു അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അതെല്ലാവരും വിശ്വസിച്ചോളണം എന്നൊരു രീതിയുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. In other words, science does not accept the existence of high priest of any hue or color. അതേപോലെ തന്നെ സയൻസ് എന്ത് ചെയ്യുന്നില്ല, ഏതെങ്കിലും ഒരു ഹൈ പ്രീസ്റ്റിന്, ഒരു ഉയർന്ന പുരോഹിതനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഉയർന്ന പദവി കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് അയാൾ പറയുന്നത് എന്തോ അത് അതേപടി വിഴുങ്ങുക എന്നുള്ളൊരാശയം ഒരിക്കലും സയൻസിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. This is of course not to say that there are no self-styled high priests in science. It is only to make the point that whether or not they like it in science, they are bound to be questioned. അതിൻ്റെ അർത്ഥം സയൻസിൽ ഹെഡായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനായിട്ട് ആളില്ല അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും അവർ പറയുന്നതെല്ലാം അതേപടി നമ്മൾ യാതൊരു എന്താ പറയുക തെളിവുകളും ഇല്ലാതെ വിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല. അവരെയൊക്കെയും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം സയൻസ് തരുന്നുണ്ട്. ആൻഡ് ഓഫൺ ബൈ പീപ്പിൾ ഓഫ് സീമിംഗ്ലി ലോവർ സ്റ്റേറ്റസ് ഫോർ ദർ ഇസ് നോട്ട് എനബിൾ ഹൈറാർക്കി ഓഫ് സ്റ്റാറ്റസ് ഇൻ സയൻസ്. സയൻസിൽ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഹൈറാർക്കിയും വരുന്നില്ല. ഉയർന്ന വിഭാഗക്കാർ, താഴ്ന്ന വിഭാഗക്കാർ എന്നുള്ള രീതിക്ക് ഒരിക്കലും പറ്റുന്നില്ല. യാതൊരു സ്ഥാനമാനങ്ങളും അവർ കൊടുക്കുന്നില്ല. എല്ലാം എന്താണ്, നമുക്ക് ആർക്കാണെങ്കിലും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള, ചോദ്യം ചെയ്ത് അവരുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവകാശം സയൻസ് കൊടുക്കുന്നുണ്ട്. Much of the dogma we see around us arises out of religion. പൊതുവെ ഡോഗ്മകളെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? റിലീജിയനിൽ നിന്നാണ്. The problems become acute because the origins of religion and science are about the same. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ക്രിട്ടിക്കൽ ആവുന്നത് എവിടെ വെച്ചിട്ടാണ് പറയുന്നത്? റിലീജിയൻ്റെയും സയൻസിൻ്റെയും ഒറിജിൻ, തുടക്കം എന്ന് പറയുന്നത് എന്താണ്? രണ്ടും സെയിം ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യന് കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഡോഗ്മ വരുന്നതും അതേപോലെ തന്നെ നമ്മുടെ എന്ത് വരുന്നതും എന്താ പറയുക സയൻസ് വരുന്നതും. അപ്പോൾ ഈ ബാക്കി പറയുന്ന സെയിം പോയിന്റ് തന്നെയാണ്. പ്രോബബ്ലി ബോത്ത് അറൗസ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഇൻബിൽറ്റ് ഡിസയർ ഇൻ മാൻ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ദ നാച്ചുറൽ ഫെനോമിന. എല്ലാ കേസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോഗ്മ ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എല്ലാം തുടങ്ങി വരുന്നത് എവിടെ നിന്നാണ്? മനുഷ്യൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ്. What are the non-living materials that we see or feel around us all the time, such as air, water, minerals and rock made of? ഇനി ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഫുള്ള് മനുഷ്യൻ്റെ പലതരത്തിലുള്ള സംശയങ്ങളാണ്. അതായത് എയർ, വാട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഫിസിക്കൽ ഫെനോമിനൻ ദാറ്റ് വി വിറ്റ്നസ് സോ ഫ്രീക്വൻ്റ്ലി സച്ച് ആസ് ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അതേപോലെ ഹീറ്റ്, ലൈറ്റ്, സൗണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ ഫെനോമിന അതെന്താണ്? അതേപോലെ തന്നെ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഫെനോമിന ദാറ്റ് ഹാവ് ബീൻ നോൺ ഫോർ സോ ലോങ് സച്ച് ആസ് ദി പീരിയോഡിക് റൈസിംഗ് ഓഫ് ദ സൺ, ദ മൂൺ ആൻഡ് ദ സ്റ്റാർസ് ആൻഡ് ദി ഒക്കറൻസ് ഓഫ് ദി എക്ലിപ്സസ്. അതേപോലെ ബഹിരാകാശം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയും നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളാണെന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഫെനോമിന വി സി അസോസിയേറ്റഡ് വിത്ത് ലൈഫ് ലൈക്ക് ബർത്ത്, ഡിസീസ്, ഗ്രോത്ത് ആൻഡ് ഡെത്ത്. ക്വസ്റ്റ്യൻസ് സച്ച് ആസ് ദീസ് മസ്റ്റ് ഹാവ് ബീൻ ആസ്ക്ഡ് ബൈ പ്രിമിറ്റീവ് മെൻ. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക മരണത്തിനെക്കുറിച്ചും ജനനത്തിനെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ അതിൻ്റെയൊക്കെയും ഉൽപ്പത്തി അറിയാനുള്ള മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ്. അത് എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്? പ്രിമിറ്റീവ് മെൻ, ആദിമ മനുഷ്യനെന്ന് പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും പഴയ കാലത്തെ മനുഷ്യന്മാരിൽ മുതൽക്ക് ഇത്തരത്തിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോഗ്മ ആയിക്കോട്ടെ ഒക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. Probably it is the desire to find answers to questions like these that provided one of the important motivations for the formation of religions, pagan or codified. By codified religions I mean major religions such as Judaism, Hinduism, Islam, Buddhism and Christianity. അപ്പോൾ നമ്മൾ ഏത് മതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ആൻസേഴ്സ് അറിയാനുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഒരുപാട് എന്താ പറയുക ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഡോഗ്മാസ് ഒക്കെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഏത് മതമാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. Since the scientific method that took formal shape only some 8 centuries ago has also attempted to provide answers to the same questions. അപ്പോൾ ഒരു 8 സെഞ്ചുറിയൊക്കെ ആയിട്ടുള്ളൂ, 8 നൂറ്റാണ്ടൊക്കെ ആയിട്ടുള്ളൂ
ഏകദേശം ഈ ഒരു സയൻസ് ഒക്കെ നല്ല രീതിക്ക് ഒന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അവരും എന്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ബോത്ത് റിലീജിയൻ ആൻഡ് സയൻസ് ഹാവ് ട്രെഡഡ് ദ സെയിം ഗ്രൗണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, മതമായിക്കോട്ടെ അതേപോലെ തന്നെ എന്താ പറയുക സയൻസ് ആയിക്കോട്ടെ, രണ്ടും ഒരേ ഗ്രൗണ്ടിൽ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. രണ്ടിൻ്റെയും ബേസിക് എന്ന് പറയുന്നത് എന്താണ്, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. രണ്ടിൻ്റെയും ഒരു സിമിലാരിറ്റിയാണ് പറയുന്നത്. രണ്ടിൻ്റെ സിമിലാരിറ്റി എന്താണ്, രണ്ടിൻ്റെയും ഒറിജിനാണ്. രണ്ടിൻ്റെയും ഒറിജിൻ എന്താണ്, ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് എന്താ പറയുക മനുഷ്യന്മാരുടെ കാര്യങ്ങളെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഈ സയൻസും ഉണ്ടായത്, ഡോഗ്മയും ഉണ്ടായത്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കാം. On account of differences in the fundamental attributes of religion and science, the nature and character of the answers provided to questions by the two approaches have even different or often contradictory. ഒറിജിനൊക്കെ രണ്ടിൻ്റെയും ഒരേപോലെ തന്നെയാണ്, മനുഷ്യൻ്റെ ക്യൂരിയോസിറ്റിയാണ്. എന്നിരുന്നാൽ പോലും രണ്ടും പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ രണ്ടും എത്തി നിൽക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ, വൺ സബ്സെറ്റ് ഓഫ് ദീസ് ആൻസേഴ്സ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ഡോഗ്മാറ്റിക് ബിലീഫ്. റിലീജിയൻ്റെ കേസിലാണെങ്കിൽ അത് ഒരുവിധം എന്തൊക്കെയായിരിക്കും, ഡോഗ്മാറ്റിക് ബിലീഫുകളായിട്ട് പോകാറുണ്ട്. ഹെൻസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡോഗ്മ. അങ്ങനെയാണ് അവിടെ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പോൾ തുടക്കം എന്താണ്, രണ്ടും തമ്മിൽ സിമിലാരിറ്റി ഉണ്ട് അതിൻ്റെ ഒറിജിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഒടുക്കമായി വരുമ്പോഴേക്കും, റിസൾട്ടിലേക്ക് വരുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇനി താരതമ്യം ചെയ്ത് പറയാനാണ് പോകുന്നത്. അതൊരു 10 മെയിൻ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. Let us continue our comparison rather contrasting further. First point വരുന്നത് scientific answers are verifiable, repeatable and objective. സയൻറ്റിഫിക് ആൻസേഴ്സ് എന്ന് പറയുന്നത്, ശാസ്ത്രം കണ്ടുപിടിക്കുന്ന മറുപടികൾ അല്ലെങ്കിൽ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വസ്തുനിഷ്ഠമായിട്ടുള്ളതായിരിക്കും. ആരുടെങ്കിലും പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചതായിരിക്കില്ല. ആൻഡ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി വിം, ഫാൻസി ഓർ ഡിസയർ ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ഏതെങ്കിലും വ്യക്തിയുടെ ഇഷ്ടത്തിനോ താല്പര്യത്തിനോ സ്വപ്നത്തിനോ അല്ലെങ്കിൽ ഫാൻസിക്കോ അനുസരിച്ച് ഉണ്ടായതായിരിക്കില്ല. നോട്ട് ട്രൂ this is not true of answers that have come to us as dogmatic beliefs. ഇതൊരിക്കലും എന്തല്ല, ഡോഗ്മാറ്റിക് ബിലീഫിൻ്റെ കേസിൽ ശരിയല്ല. കാരണം അവ ഒരിക്കലും എന്തല്ല നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടോ ഉള്ള കാര്യങ്ങൾ ആയിരിക്കില്ല. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ള ഫസ്റ്റ് ഡിഫറൻസ് ഡോഗ്മയും സയൻസും തമ്മിലുള്ളത്. ഇനി സെക്കൻഡ് വണ്ണാണ് പറയാൻ പോകുന്നത്. സച്ച് ബിലീഫ്സ് റെപ്രസെൻറ്റ് ദ ഫിയർ ഓഫ് ദി അൺനോൺ. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയമാണ് നമുക്ക് എന്തിൽ കാണാൻ സാധിക്കുക, ഇത്തരത്തിൽ എന്താ പറയുക ഡോഗ്മയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അറിയാത്ത കാര്യങ്ങളോടുള്ള ഭയം, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വെറാസ് സയൻറ്റിഫിക് ആൻസേഴ്സ് റെപ്രസെന്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി നോൺ. അതേസമയം ശാസ്ത്രം എന്താണ് ചെയ്യുന്നത്, അറിയാവുന്ന കാര്യത്തിനെ ഒന്നുകൂടെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആണത് കേട്ടോ. ഇനി പറയുന്നത് 3ആണ്. ഇൻ ദ കേസ് ഓഫ് ഡോഗ്മാറ്റിക് ബിലീഫ് ദ ലാസ്റ്റ് വേർഡ് ഹാസ് ഓൾറെഡി ബീൻ സെറ്റ്. ഡോഗ്മാറ്റിക് ബിലീഫിൻ്റെ കാര്യത്തിൽ അവസാന വാക്ക് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. കാരണം അതിങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ നമുക്ക് അവിടെ അവകാശം ഉണ്ടാവില്ല, നമ്മൾ അതേപടി വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വേർഡ് അവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ആൻസേഴ്സ് അറൈവ്ഡ് അറ്റ് ത്രൂ ദ അപ്ലിക്കേഷൻ ഓഫ് ദി മെത്തേഡ് ഓഫ് സയൻസ് ദ ലാസ്റ്റ് വേർഡ് ഷാൾ നെവർ ബി സെഡ് ആസ് ഓൾ സയൻറ്റിഫിക് ആൻസേഴ്സ് ആർ ടെൻറ്റേറ്റീവ്. അതേസമയം സയൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും ലാസ്റ്റ് വേർഡ് എവിടെയും പറഞ്ഞു നിർത്തിയിട്ടില്ല. ഇതങ്ങനെയാണ്, നീ അങ്ങനെ വിശ്വസിച്ചാൽ മതി എന്ന രീതിക്ക് നമ്മളോട് ആരും പറയില്ല. കാരണം സയൻസിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടെൻറ്റേറ്റീവ് ആണ്, താൽക്കാലികമാണ്. അത് ഭാവിയെ വേറൊരു എന്താ പറയുക കണ്ടുപിടുത്തം വരുന്ന സമയത്ത് വീണ്ടും മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉൽപ്പത്തിയെ കുറിച്ചായിക്കോട്ടെ, അതേപോലെ തന്നെ എന്താ പറയുക സോളാർ സിസ്റ്റത്തിനെ കുറിച്ചായിക്കോട്ടെ, അതൊക്കെയും ആദ്യം വിശ്വസിച്ചിരുന്ന ഭൂമിയുടെ കാര്യമായിക്കോട്ടെ, ഷേപ്പിനെ കുറിച്ചായിക്കോട്ടെ, ഇതൊക്കെയും ആദ്യം വിശ്വസിച്ചിരുന്ന പോലെയല്ല ഇപ്പം നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ കാലഘട്ടം വരുമ്പോൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ അത് ചേഞ്ച് ആവും. അത് സയൻസും സയൻറ്റിസ്റ്റുകളും എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അവരതിൽ എന്താ പറയുക കടിച്ചു പിടിച്ച് നിൽക്കില്ല. ഇതിങ്ങനെയാണ്, ഞാനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരിക്കലും അവർക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. അതാണ് സയൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് കൺസെൻസസ് എമംഗ് us the scientists of this time. The consensus is of course arrived at through the application of the method of science. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാരണം എവിടെ നിന്നാണെന്ന് വരുന്നത്, സയൻസിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. എങ്ങനെയാണ് സയൻസ് നോക്കിക്കാണുന്നത്, ആ ഒരു രീതിയിൽ നിന്നാണ് നമുക്കിത് മനസ്സിലാവുന്നത്. സയൻസിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഫിക്സഡ് അല്ല. ഇനി വരുന്ന നാലാമത്തെ പോയിന്റാണ്, ഓൾ ന്യൂ നോളജ് ഇൻ സയൻസ് മസ്റ്റ് ബി കൺസിസ്റ്റന്റ് വിത്ത് നോൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഒബ്സർവേഷൻസ്. സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ അറിവുകളും എന്താണ്, വളരെ എന്താ പറയുക സ്ഥിരമായിട്ടുള്ളതാണ്, കൺസിസ്റ്റൻസി ഉള്ളതാണ്. അതിനെന്തുണ്ടായിരിക്കും, നോൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഒബ്സർവേഷൻസ്, കറക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, എല്ലായിടത്തും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒബ്സർവേഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്ത് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി എന്നത്, അത് എന്താണ് എല്ലാവർക്കും കാണാനും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അറിയാനും സാധിക്കുന്ന സ്ഥിരതയുള്ള ഒരു കാര്യമായിരിക്കും എന്ത്, സയൻസിൽ നിന്ന് വരുന്ന ഒരു നോളജ്.
ഡോഗ്മാറ്റിക് ബിലീഫ് അതേസമയം ഡോഗ്മയുടെ കാര്യമാണെങ്കിൽ ഇൻക്ലൂഡിങ് ദ സോ കോൾഡ് മിറാക്കിൾസ്, അത് മിക്കവാറും എന്തായിരിക്കും, ചിലപ്പോൾ മിറാക്കിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുമോ, റീക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുമോ, പറ്റില്ല. ആർ ഓഫൺ ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് നോൺ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഒബ്സർവേഷൻസ്. അപ്പം അത്തരത്തിലുള്ള മിറാക്കിൾസും അതേപോലെ തന്നെ ഡോഗ്മാറ്റിക് ബിലീഫുകളൊക്കെ അസ്ഥിരമാണ്, അവയ്ക്ക് എന്തില്ല എന്നാണ് പറയുന്നത്, കറക്റ്റായിട്ടൊരു ഒബ്സർവേഷൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാനോ പ്രൂഫ് തരാനോ ഒന്നും സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും ഡോഗ്മാറ്റിക് ബിലീഫുകൾ. ഇനി പറയുന്നത് 5ാമത്തെ പോയിന്റാണ്, സയൻസ് പ്രോഗ്രസസ് ത്രൂ മോഡിഫിക്കേഷൻ ഓഫ് എ പാർട്ട് ഓഫ് ദി എക്സിസ്റ്റിംഗ് നോളജ് ആൻഡ് നോട്ട് ബൈ റീപ്ലേസ്മെന്റ്. സയൻസ് എപ്പോഴും എന്താ ചെയ്യുന്നത്, ഒരു മോഡിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്, വീണ്ടും ഒന്ന് പരിഷ്കരിച്ചെടുക്കലാണ് ചെയ്യുന്നത്, അല്ലാതെ ഉള്ളൊരു കാര്യത്തിനോട് റീപ്ലേസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയല്ല ഇത് അങ്ങനെ എന്നുള്ള രീതിക്ക് റീപ്ലേസ് ചെയ്യുന്ന കാര്യമല്ല ചെയ്യുന്നത്. ഇതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തും എന്ന രീതിക്കാണ് അവർ കൺക്ലൂഡ് ചെയ്യാറുള്ളത് ഓഫ് ദ എൻറ്റയർ ബോഡി ഓഫ് നോളജ്. On the other hand, a new set of dogmatic beliefs often attempts to replace fully the existing sets of such beliefs. അതേസമയം പുതിയൊരു ഡോഗ്മാറ്റിക് ബിലീഫ് വരികയാണെങ്കിൽ അതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളായിട്ട് തുടച്ച് നീക്കിയിട്ട് റീപ്ലേസ് ചെയ്യാനാണ് അവർ ശ്രമിക്കാറുള്ളത്. അടുത്ത പോയിന്റ്, ദർ ഇസ് ദസ് നോ ഓവർലാപ്പ് ബിറ്റ്വീൻ ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു ഡോഗ്മ. ഗ്രോത്ത് ഓഫ് സയൻറ്റിഫിക് നോളജസ് കണ്ടിന്യൂസ്. സയൻറ്റിഫിക് നോളജിൻ്റെ ഗ്രോത്ത്, വളർച്ച എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് സയൻസ് ഇസ് ദ ഫോർ എവല്യൂഷണറി. അതേപോലെ തന്നെ എന്താണ്, എവല്യൂഷണറി ആണ്. ഇപ്പോൾ സയൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആൻഡ് എവല്യൂഷണറി. ദ ഗ്രോത്ത് ഓഫ് സയൻറ്റിഫിക് നോളജസ് കണ്ടിന്യൂസ് ആൻഡ് എവല്യൂഷണറി, തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബൈ കോൺട്രാസ്റ്റ് അതേസമയം എ സെറ്റ് ഓഫ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് വൺസ് ഫൗണ്ടഡ് കണ്ടിന്യൂ സബ്സ്റ്റാൻഷ്യലി അൺചേഞ്ച്ഡ്. ഒരിക്കൽ കണ്ടുപിടിച്ചിട്ടുള്ള വിശ്വസിക്കാൻ തുടങ്ങിയ ഡോഗ്മാറ്റിക് ബിലീഫ് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, മാറാനായിട്ട് പോകുന്നില്ല, അത് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതിൽ യാതൊരു എവല്യൂഷനും സംഭവിക്കുന്നില്ല, യാതൊരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടാനായിട്ട് പറ്റുന്നില്ല. ഇനി 7ാമത്തെ പോയിന്റാണ്, ടെക്സ്റ്റ് ഓൺ വിച്ച് ദ ഫോളോവേഴ്സ് ഓഫ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് ഡിപ്പെൻഡ് ആർ ജനറലി ആൻഷ്യന്റ്. ഡോഗ്മാറ്റിക് ബിലീഫുകൾ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന പുസ്തകങ്ങൾ, ടെക്സ്റ്റുകൾ എന്തായിരിക്കും, അത് വളരെ പഴഞ്ചനായിരിക്കും, അതായത് പുരാതനമായിട്ട് കൈമാറി വന്നിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. ഫോർ ദ ഫോളോവേഴ്സ് ഓഫ് സയൻസ്, അതേസമയം സയൻസിന് ദ മോർ മോഡേൺ ദ ടെക്സ്റ്റ് ഈസ് ദ ബെറ്റർ ഇറ്റ് ഈസ്. അവർ പുതിയ മോഡേൺ ആയ ടെക്സ്റ്റുകളിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി വരുന്നത് 8ാമത്തെ പോയിന്റാണ്, for those who believe in dogma, the founders of the dogma who lived in the remote past are the events of the greatest concern. ഡോഗ്മാറ്റിക് ബിലീഫുകളുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. മേ ബി അവർ ജീവിച്ചിരുന്നോ ഇല്ലയെന്ന് പോലും നമുക്ക് ഉറപ്പുണ്ടായിരിക്കില്ല. ഫോർ ദ ഫോളോവേഴ്സ് ഓഫ് സയൻസ് ഓൺ ദ അതർ ഹാൻഡ് ദ ഇവൻറ്റ്സ് ഓഫ് ടുഡേ ആൻഡ് ദ ലൈക്ലി ഇവൻറ്റ്സ് ഓഫ് ടുമോറോ ആർ ദ ഇവൻറ്റ്സ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കൺസേൺ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡോഗ്മയുടെ കാര്യത്തിൽ അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളുകൾ നടന്നു എന്ന് പറയുന്ന സംഭവം ഏതോ കാലത്ത് കഴിഞ്ഞതായിരിക്കും, അത് നടന്നതിന് ചിലപ്പോൾ തെളിവ് പോലും ഉണ്ടാവില്ല. അതേസമയം നമ്മുടെ സയൻസിൻ്റെ കാര്യത്തിൽ എന്താണ്, അത്തരത്തിലല്ല, ഓരോ കാലത്തും ആ കാലത്തിൻ്റെതായിട്ടുള്ള ആളുകൾ അതിന് വക്താക്കളായിട്ടുണ്ടായിരിക്കും, ഓരോ കാലത്തും അതിന് എന്താ പറയുക അനുസരിച്ചിട്ടുള്ള ഇവൻറ്റുകളും നടക്കുന്നുണ്ടായിരിക്കും. ഇനി വരുന്ന 9ാമത്തെ പോയിന്റാണ്, കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് അറൈസിങ് ഔട്ട് ഓഫ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് ഡു നോട്ട് ബേസിക്കലി ചേഞ്ച് വിത്ത് ദ ടൈം. ഡോഗ്മാറ്റിക് ബിലീഫിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നും കാലം മാറുന്നതിനനുസരിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല. ഏത് കാലത്തായാലും അതൊക്കെ അതേപടി നിലനിൽക്കുകയാണ്. വാട്ട് എവർ ചേഞ്ചസ് ആർ ബ്രോട്ട് ഔട്ട് ആർ ഡ്യൂ ടു ഫോഴ്സസ് എക്സ്റ്റേണൽ ടു ദീസ് ബിലീഫ്സ് സച്ച് ആസ് സയൻസ് ഇറ്റ്സെൽഫ്. ബൈ കോൺട്രാസ്റ്റ് ദ ടെക്നിക്സ് യൂസ്ഡ് ഇൻ സയൻസ് കീപ്പ് ഓൺ ഇംപ്രൂവിങ് വിത്ത് ടൈം. അതേസമയം സയൻസ് ആണെന്നുണ്ടെങ്കിലോ അതിന് സമയം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദ ഇംപിറ്റസ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് കംസ് ഫ്രം വിത്തിൻ ദ ഫ്രെയിം വർക്ക് ഓൺ ദ മെത്തേഡ് ഓഫ് സയൻസ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രേരണ വരുന്നത് തന്നെ എവിടെ നിന്നാണ്, നമ്മുടെ ഇത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ആ ഒരു ഡിസയർ ആണ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ഉയർന്നു വരുന്നത്. In other words, while dogmatic beliefs are backward looking, science is forward looking. അതാണ് നമുക്ക് 10ാമത് പറയാനുള്ള പോയിന്റ്. ഡോഗ്മാറ്റിക് ബിലീഫ് എന്ന് പറയുന്നത് എന്താണ്, ബാക്ക്വേർഡ് ലുക്കിംഗ് ആണ്, അതിൻ്റെ നോട്ടം പോകുന്നത് പുറകിലേക്കാണ്. അതേസമയം സയൻസ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്, മുന്നോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 10 പോയിന്റ്സ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ബുക്കിലായിട്ടോ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് ബ്രാക്കറ്റ് പോലെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ജസ്റ്റ് നോട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും പറയുന്ന 10 പോയിന്റ്സ് ആണ്. ഇനി വീഡിയോ ഒത്തിരി ലെങ്തി ആവണമെന്ന് വെച്ചാൽ ബാക്കി പോർഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്